എത്ര കാലമായിട്ട് ഞാൻ പിന്നാലെ നടക്കാണ് ഉണ്ണിയേട്ടാ. എന്നോട് കുറച്ചെങ്കിലും കരുണ കാണിച്ചൂടെ? ഉണ്ണിയുടെ മുൻപിൽ വന്ന് നിന്ന് സങ്കടത്തോടെ പറയുന്ന അരുണിമയുടെ മുഖത്തേക്ക് അവനൊന്നു നോക്കി. എണ്ണ പതുക്കി വെച്ചിരിക്കുന്ന തലമുടിയിഴകൾ, വലിയ സിന്ദൂരപ്പൊട്ട്, കണ്ണുകളിൽ പടർന്നു തുടങ്ങിയ അഞ്ജനം. മൊത്തത്തിൽ ഒരു പട്ടിക്കാടൻ ലുക്കാണ് അവൾക്ക്. ബാംഗ്ലൂർ പോലെ ഒരു നഗരത്തിൽ താമസിക്കുന്ന തനിക്ക് ഇവളെപ്പോലെ ഒരു പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഓർക്കാൻ പോലും വയ്യ. ദയവ് ചെയ്ത് നീ എന്നെ ഉപദ്രവിക്കാതെ ഇവിടെ നിന്നൊന്ന് പോയി തരാമോ? എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഒരു നല്ല സുഹൃത്തായിട്ട് അതിനപ്പുറം നീ ഒന്നും പ്രതീക്ഷിക്കരുത്. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനും നിന്നോടൊപ്പം ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു താല്പര്യമില്ല. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് നീ പറയുന്നു. പക്ഷെ നീ പറയുന്ന ഇഷ്ടം എനിക്ക് കൂടി നിന്നോട് തിരിച്ചു തോന്നണ്ടേ? എങ്കിൽ മാത്രമല്ലേ അത് റിയൽ ആയിട്ടുള്ള ഒരു ഇഷ്ടമാകൂ. ദയവ് ചെയ്ത് നീ ഇനി ഈ കാര്യത്തെപ്പറ്റി എന്നോട് പറയരുത്. എനിക്ക് നിന്നോട് അങ്ങനെ ഒരു താല്പര്യമില്ല. അങ്ങനെ ഒരു ഇഷ്ടം നിന്നോട് എനിക്ക് ഉണ്ടാവാനുള്ള ചാൻസും വളരെ കുറവാണ്. അതുകൊണ്ട് നീ തൽക്കാലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞുകൊണ്ട് വരരുത്. നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാം. അതും പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു വീഴുന്നുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ മനസ്സിൽ നിറഞ്ഞു നിന്ന സ്വപ്നമാണ് ഉണ്ണി. അവനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പലപ്പോഴും അവന് തന്നോടും പ്രണയമാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷമാണ് അവനൊരു മാറ്റം കണ്ടു തുടങ്ങിയത്. കോളേജിലൊക്കെ പഠിച്ചതിന് ശേഷം തന്നെപ്പോലെ ഒരു നാട്ടിൻ പുറത്തുകാരിയെ അവന് വേണ്ടാതെയായി. അവൻ്റെ ചിന്തകളിൽ മറ്റൊരു മോഡേൺ സുന്ദരി ആയിരിക്കാമെന്ന് അവൾ ചിന്തിച്ചു. ഉള്ളിൽ വന്ന ഇഷ്ടത്തെ കുഴിച്ചുമൂടാൻ അവൾ ആഗ്രഹിച്ചു. ആ സമയം അവൾ കൂടുതൽ പഠനത്തിന് പ്രാധാന്യം കൊടുത്തു. ഓരോ ക്ലാസ്സുകളും ഉണ്ണിയോടുള്ള വാശി പോലെ അവൾ വലിയ വിജയം നേടി പഠിച്ചു. ഇതിനിടയിലാണ് ഒരിക്കൽ ഉണ്ണിക്ക് പനി കലശലായതോടെ അമ്മായി ഉണ്ണിയെ ഒന്ന് നോക്കണമെന്ന് അവളോട് പറയുന്നത്. ഉണ്ണിയുടെ സഹോദരി പ്രസവിച്ച് ആശുപത്രിയിൽ കിടക്കുന്നത് കൊണ്ട് അവിടേക്ക് പോവാതെ അമ്മായിക്ക് തരമുണ്ടായിരുന്നില്ല. സന്തോഷപൂർവ്വം അവളത് സമ്മതിച്ചു. എത്രയൊക്കെ പറഞ്ഞാലും ആദ്യ അനുരാഗമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ അവനുണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണ സമ്മതത്തോടെ സമ്മതിച്ചത്. അവൻ്റെ അരികിലേക്ക് ചെന്ന് അവന് ബാമ്പുരട്ടി കൊടുക്കുകയും കഞ്ഞിയെടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തത് അരുണിമയായിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ അവനൊന്ന് പുഞ്ചിരിച്ചിരുന്നു. അവനെ എഴുന്നേൽപ്പിച്ചിരുത്തി അവന് കഞ്ഞിയെടുത്ത് അവൾ കൊടുത്തിരുന്നു. കഞ്ഞി കുടിച്ചു കഴിഞ്ഞതും അവൻ അരികിലിരുന്ന് ബാമ്പുരട്ടി കൊടുത്തു. ആ സമയത്ത് അവൻ പോലും അറിയാതെ അവൻ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു. അവളുടെ കരുതലിൻ്റെ സ്പർശം അനുഭവിക്കുകയായിരുന്നു. തനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവളിലൊരു പ്രത്യേക സന്തോഷം ഉണരുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. കഞ്ഞി കൊടുത്തു അവനെ കട്ടിലേക്ക് കിടത്താൻ തുടങ്ങിയപ്പോൾ അവളുടെ മൃദുലമായ മാരടങ്ങൾ അവൻ്റെ തോളിൽ ഒന്നുരസിയിരുന്നു. ആ ഒരു സ്പർശനം മാത്രം മതിയായിരുന്നു അവനിലെ പൗരുഷം ഉണരാൻ. അവൻ പെട്ടെന്ന് അവളുടെ കൈകൾ പിടിച്ചു. അവൾ മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി. ഒറ്റ വലിക്ക് തന്നെ അവൻ അവളെ അവൻ്റെ മടിയിലേക്കിരുത്തി. അവൻ്റെ മാറ്റം കണ്ടപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു. അവളുടെ മുഖത്തൂടെ അവൻ്റെ കൈവിരലുകൾ ഇഴഞ്ഞു. അവളുടെ മുടികൾ ഒതുക്കി പിന്നിലേക്ക് വെച്ച് അവൻ അവൾക്ക് നേരെ മുഖം അടുപ്പിച്ചു. ഉണ്ണിയേട്ടാ, ഒരു ശാസനം പോലെ അവൾ വിളിച്ചു. നിനക്ക് ഇത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയായിരുന്നില്ല. ഒരു പ്രത്യേക താളത്തിൽ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. തനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത മറ്റൊരു രൂപം പോലെ അവൾക്ക് തോന്നി. എൻ്റെ ഭംഗി കാണാൻ ഒരിക്കലും ഉണ്ണിയേട്ടൻ ശ്രമിച്ചിട്ടില്ലല്ലോ. എനിക്ക് ഉണ്ണിയേട്ടനെ എന്തിഷ്ടമാണെന്നോ. നീ ഇപ്പോഴും ഒട്ടും മോഡേൺ അല്ലാതെയാണ് സംസാരിക്കുന്നത്. ഉണ്ണിയേട്ടന് ഇഷ്ടമാണെങ്കിൽ എന്നും ഈ ഭംഗി ഉണ്ണിയേട്ടന് സ്വന്തമായിരിക്കും. അവളത് പറഞ്ഞപ്പോൾ അവനൊന്ന് പൊട്ടിച്ചിരിച്ചു. അങ്ങനെ എന്നും എനിക്ക് ഈ ഭംഗി വേണ്ട. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് തോന്നുമ്പോൾ ഈ ഭംഗി കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട്. മനസ്സിലായില്ല? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇവിടെ അധികം ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ അവിടെ ബാംഗ്ലൂരിൽ ഒരു റിലേഷൻഷിപ്പിലാണ്. ഒരു ലിവിങ് ടുഗദർ. ഞങ്ങൾ എന്തായാലും കല്യാണം കഴിക്കില്ല. പക്ഷേ ഞങ്ങൾ കല്യാണം കഴിച്ചതുപോലെയാണ് അവിടെ ജീവിക്കുന്നത്. അവൻ്റെ ആ വെളിപ്പെടുത്തലിൽ അത്ഭുതപ്പെട്ടു പോയിരുന്നു അവൾ. അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ. ഉണ്ണിയേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? സത്യമാണ് പറയുന്നത്. നമുക്ക് KFC പോയാലും ചിക്കിങ് പോയാലും ഒക്കെ നല്ല നാടൻ ചിക്കൻ പെരട്ട് വീട്ടിലുണ്ടാക്കി തന്നാൽ അതിനോടായിരിക്കില്ലേ കൂടുതലിഷ്ടം എന്ന് പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് മോഡൽ സാധനങ്ങൾ നമ്മൾ എന്നും കഴിച്ചാലും മടുക്കും. അപ്പോൾ ഇടയ്ക്ക് നാടൻ ഐറ്റം എന്തെങ്കിലും തിന്നാൻ തോന്നും. അങ്ങനെ ഒരു താല്പര്യം എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ ഞാനൊന്നും ചെയ്യില്ല. നീ കൂടി സമ്മതിക്കണം. നിനക്കെന്നെ ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ആ ഇഷ്ടം എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ നിന്നെ ഞാൻ കല്യാണം കഴിക്കില്ല. എന്നാൽ നിനക്ക് എന്നോട് തോന്നിയ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ സാധിച്ചു തരും.
നീ ആഗ്രഹിക്കുന്നത് പോലെ. അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവനത് പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യമാണ് വന്നത്. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ മടിയിൽ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റു. ശേഷം അവൻ്റെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കി. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഞാൻ നിങ്ങളുടെ ഒപ്പം കിടക്കാനും സുഖിക്കാനും വേണ്ടിയാണ് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നോ? കുട്ടിക്കാലം മുതലേ ഉള്ളിനുള്ളിൽ കയറിപ്പോയി. അതിന് ഞാൻ വളം കൊടുത്ത് വളർത്തി. അതുകൊണ്ട് ഒരിഷ്ടം തോന്നിപ്പോയി. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എനിക്ക് നിങ്ങളോട് കാമമല്ല. അതൊരിക്കലും ഉണ്ടാവുകയില്ല. പ്രണയത്തിൻ്റെ മനോഹാരിതയും പരിശുദ്ധിയും അറിയാത്ത നിങ്ങളെ സ്നേഹിച്ചത് എൻ്റെ തെറ്റ്. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നന്നായി. നിങ്ങളെ മറക്കാൻ ഇനി അധികം പ്രയാസം എനിക്കുണ്ടാവില്ല. വെറുപ്പല്ല, അതിനുമപ്പുറം അറപ്പാണ് എനിക്ക് നിങ്ങളോട് തോന്നുന്നത്. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോകുന്ന സമയത്ത് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരും കുതിരുന്നുണ്ടായിരുന്നു. എങ്കിലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷം അവളുടെ മിഴികളിലുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.